എന്താടി രാവിലെ എന്താണ്ടാക്കി? ഇവിടെ ഉപ്പുമാവല്ലേ? അതിന് കുറച്ച് കടലക്കറിയാ. അയ്യോ കടലക്കറി ഒന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാൻ പോണ കടലക്കറി. അയ്യോ അവിടെ കുറെ ഇരുന്നു, അപ്പൊ ഇതിരിക്കട്ടെ. ഉച്ചക്ക് കഴിക്കാലോ, ഇനി ഇവിടുത്തെ ആര് തിന്നാം? അതെ, ഉച്ചക്ക് ഇനി പോയിട്ട് ഇനി എപ്പോ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എവിടെ പോണു നിങ്ങള്? ഞങ്ങള് ഹോസ്പിറ്റലിൽ വരെ പോവാ. എന്താ അത്? എന്താന്നറിയത്തില്ലൊരു ചെറിയൊരു സംശയം. ആ സത്യം? സത്യമാണെന്ന് അറിയത്തില്ല, ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അവനെന്തേ? ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എന്നാ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മറ്റേ കാർഡ് മേടിച്ചിട്ട് നോക്കായിരുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞപ്പോ ഏട്ടൻ പറയുക, എന്തായാലും നിന്റെ സംശയമല്ലേ, അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ സ്ഥിരീകരിക്കാം. എന്നാ പിന്നെ വേഗം പോയിട്ട് വാ. പ്രാർത്ഥിക്കണേ കേട്ടാ. ശരി ശരാ, വിളിച്ചു പറയണട്ടാ. അതെ, ഈ സുവർണകുമാർ എത്ര മണിക്കാണ് നിന്നെ വിളിച്ച് പറഞ്ഞേ? രാവിലെ 6 മണിക്ക്. രാവിലെ 6 മണിക്ക് പറഞ്ഞിട്ട് നീ ഇപ്പോഴാണ് വിളിച്ച് പറയണത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനായി പോയല്ല നീ. അതെ, നമ്മളെ പാർട്ടി ഇത്രയും കേന്ദ്രത്തിൽ പിടിപാടുള്ള ഒരു പാർട്ടിയിൽ ഒരു അണിക്ക് ഇവിടെ ബെഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അല്ല, ഇവൻ ആരും ഈ ആശുപത്രിയിൽ വരാൻ പറഞ്ഞത്? കുടുംബക്കാർക്ക് അവൻ്റെ ഒരു വിരോധമുണ്ടോ? വേറെ ഒരു ആശുപത്രിയും കിട്ടിയില്ല. കഷ്ടം. കൊച്ചേ, എൻ്റെ പാർട്ടിയിലുള്ള സുവർണകുമാറിന് എന്തുകൊണ്ട് നിങ്ങളിവിടെ ബെഡ് കൊടുത്തില്ല? ബെഡ് വേണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആവണം. അവനിവിടെ അഡ്മിറ്റാണ്. നിങ്ങളുടെ ഡോക്ടർ അവന് ബെഡ് കൊടുക്കാതെ തറയിൽ കിടത്തി, അത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഡോക്ടറോട് ചോദിക്കണം. ഡോക്ടറോട് ചോദിക്കണം. ആരാ ഇവിടുത്തെ ഡോക്ടർ? എവിടെ നിങ്ങളുടെ ഡോക്ടർ? ഞാനാണ് ആ ഡോക്ടർ. ഈ ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എന്നാൽ എനിക്ക് ഡോക്ടറെ മനസ്സിലായി. ഇതാരാണെന്ന് അറിയാമോ? ഇല്ല. പക്ഷെ ഇയാൾക്ക് ഡോക്ടറെ അറിയാം. അതിന് എൻ്റെ ഡോക്ടറെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടുത്തെ ഡോക്ടറാണ്? ഇയാൾ ഇവിടുത്തെ പേഷ്യന്റ് ആണോ? ഇന്ന് രാവിലെ അഡ്മിറ്റ് ആയി. അതെ, ഇന്ന് രാവിലെ തലക്കറക്കമായിട്ട് വന്ന ഇയാളെ ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇയാൾക്ക് ബെഡ് കൊടുത്തില്ല. എൻ്റെ അണിക്ക് നിങ്ങൾ എന്തുകൊണ്ട് ബെഡ് കൊടുത്തില്ല? ഞങ്ങൾ ഇവിടെ ഈ അണികൾക്ക് ബെഡ് കൊടുക്കാറില്ല, രോഗികൾക്ക് ബെഡ് കൊടുക്കാറുള്ളൂ. ഡോക്ടറെ, തമാശ വേണ്ട, തമാശ വേണ്ട. അതെ, ഇയാൾ എൻ്റെ പാർട്ടിയിലെ അണിയാണ്, മാത്രമല്ല ഒരു രോഗിയാണ്. എൻ്റെ നേതാവെ പുള്ളി പ്രഷറായിട്ട് വന്ന ആളാണ്. ഞാൻ ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു, തലകറക്കം മാറുമ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഒരു അസുഖമില്ല. ഇയാൾക്ക് അസുഖമുണ്ടല്ലോ തീരുമാനിക്കുന്ന ഡോക്ടറാണോ? പിന്നെ ഇയാളാണോ? അതെ, ഒരാളിനെ കണ്ട എത്രത്തോളം അസുഖമുണ്ട് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാനേ വലിയ IAS ഒന്നും പഠിക്കണ്ട. IAS അല്ല, MBBS. MBBS ഒക്കെ അത് തന്നെ. ഞാനൊരു കാര്യം പറയാം. കേന്ദ്രത്തിൽ പിടിപാടുള്ള പാർട്ടിയിലെ ഈ അണിക്ക് നിങ്ങൾ ഇവിടെ ബെഡ് കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇയാൾക്ക് ബെഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്നും ആലോചിക്കട്ടെ. അയാൾ ആലോചിക്കട്ടെ. നമ്മളും ആലോചിക്കും. അതുപോലെ ആലോചിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം അങ്ങോട്ട് പറയും. അത് നടപ്പിലാക്കോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് അടുത്ത് അറിയേണ്ടത്. ക്ലീറ്റസ് ആരാണെന്ന് അയാൾക്ക് അറിഞ്ഞൂടാ. കളിക്കുന്നതാണ്. ഒരു മര്യാദ വേണ്ട. ഇതാരാണ് നമ്മുടെ പാർട്ടിയിൽ ആരാണ്? ഒരു അണി. ഞാൻ പറഞ്ഞതാ. പറഞ്ഞപ്പോ ഡോക്ടറോട് പറഞ്ഞു ഞാൻ സുവർണകുമാറാണ്, ക്ലീറ്റസ് നേതാവിന്റെ ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പൊ അംഗീകരിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ അഹങ്കാരമാണ്. അതെ, ഇതിനെതിരെയൊക്കെ പ്രതികരിക്കണം. പ്രതികരിച്ചില്ലേ വലിയ കുഴപ്പമാണ്. നീ എന്റെ പാർട്ടിയിലാണെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. പുച്ഛം. അതിന് പുച്ഛം ഞാൻ മാറ്റി കൊടുക്കാം. കളിക്കുന്നത് നമ്മളെ ഇത്രയും നാളും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നോക്കട്ടെ എന്താണ് അതിന്റെ തീരുമാനം അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമരം ചെയ്യും. ഏത് രീതിയിലുള്ള സമരം? നേതാവുണ്ട്. നീ വിഷമിക്കല്ലേ പെങ്ങളെ, ഇതൊന്നും കണ്ട് വിഷമിക്കല്ലേ. എന്ത് പേടിയാവണ? ഇതൊക്കെ വെറും നിസാര ഒരു ഉറുമ്പ് പേടി അത്രേ ഉള്ളൂ കേട്ടാ. ഒന്നുമില്ല, സുവർണകുമാറിന് ബെഡ് വാങ്ങിച്ചു കൊടുക്കും ഞാൻ. അത് വേണം നേതാവ്. അങ്ങനെ ഇവനെ തറയെ കിടത്താന്ന് പറഞ്ഞാൽ അങ്ങനെ നീ ഇതിപ്പോ നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. സുവർണകുമാറ, നീ വിഷമിക്കണ്ട. നിനക്ക് ബെഡ് ഞാൻ മേടിച്ചു തരും കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഈ പുതിയ അണികൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ക്ലീറ്റസ് നേതാവിന്റെ അളിയാണ്. നീ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് എത്ര കാലമായി. ഒരാള് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാണ് ഇവിടെ വന്നപ്പോൾ അയാൾക്ക് ബെഡ് കൊടുക്കില്ല ഇവിടുത്തെ ഡോക്ടർ. അത് മര്യാദകേടാണ്. അങ്ങനെ ആൾക്കാരോട് രണ്ട് സമീപനം പാടില്ല. അവൻ ഒരു പാവമുണ്ട്, പാവം, വേറും പാവം. അവന് പുതിയ ആളാണ്. അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അവരിവിടെ വന്നിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ താങ്ങി നിന്നപ്പോൾ ഡോക്ടർ വിചാരിക്കണം അവന് ആരും ചോദിക്കാനും പറയാൻ ആരുമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമോ?
നമുക്കൊന്നും കണ്ട് പ്രതികരിക്കണം അളിയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റും. അല്ലാതെ നമ്മുടെ നാട് ശരിയാവാത്തന്നെ ഇതിന്റെ കുഴപ്പം കൊണ്ടാ. വിഷമിക്കലൊന്നുമില്ല. സുവർണ, അത് സുവർണ്ണമാണ്. നീ എന്താ ഇവിടെ? ഞാൻ ഒരു ചെറിയ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. എടാ, ഒരു വാക്ക്. കൺഗ്രാറ്റുലേഷൻസ്. അതൊരു ചെറിയ ഡൗട്ടാണ്. അപ്പോൾ അവിടെ എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചതാണ്. ഇതിന് മറ്റേ കാർഡ് കാണിച്ച് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് അപ്പൊ ഒരു എനിക്കൊരു ഉറപ്പില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഒരു ഇത് കിട്ടും. ഉറപ്പിച്ച കർത്താവുണ്ട് നമ്മളവിടെ. മാത്രമല്ല ഇവിടുന്ന് മാത്രമല്ല ബില്ല് തരുള്ളൂ. ആ റെസിപ്റ്റ് കാണിക്കാമല്ലോ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കാണിക്കല്ലോ, മെസ്സേജ് കാണിക്കാൻ. ഓക്കെ, എന്തായാലും ഇവിടെ ചെലവുണ്ട് കേട്ടാ. നന്നായി. എന്തായാലും അമ്മയുടെയും തങ്കത്തിൻ്റെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. അല്ലെങ്കിൽ കുറെ കൂടെ ഉണ്ടോ? പിന്നെ ഇനിയിപ്പോ അതാണ്ട ഞാൻ സുവർണകുമാറിന്റെ അതിന്റെ രണ്ടിലൊന്ന് തീരുമാനമായിട്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പോകും. എനിക്ക് പോകാറുന്നില്ല. എന്ത് എവിടെയാ കൂടുതൽ വേല തീർത്തണ്ടല്ലേ ഇനിയിപ്പോ അങ്ങോട്ട് ഞാനെങ്കിൽ വീട്ടിൽ പോകാണെങ്കിൽ ഈ റിസൾട്ട് അടി മേടിച്ചിട്ട് വരുമോ ജമന്തിയുടെ? പിന്നെന്താ, അത് കുഴപ്പമൊന്നുമില്ല. മറക്കല്ലേ. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ, ചിലപ്പോൾ ഇച്ചിരി വൈകിയാലും ഡോക്ടറുടെ തീരുമാനം പോലെ ഇരിക്കും കാര്യങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കിട്ടാനായിട്ട്. എന്തായാലും ഞാൻ മേടിച്ചിട്ടേ വരുള്ളൂ. അത് നിങ്ങളോടാ ഡോക്ടറെ കാണിക്കണ്ട കേട്ടോ. ആ പിന്നെ ആ അൻസാറിനെ വിളിച്ചിട്ട് ഒരു 10-15 പേരുമായിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ പറ. നേതാവേ, നിങ്ങളാണ് യഥാർത്ഥ നേതാവ്. ഒരു പാർട്ടിയിൽ ഇതുപോലെ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല. ഈ നല്ല പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിക്കില്ലാത്തതിന്റെ കുഴപ്പമാണ്. ആദ്യം ഭാര്യയെ സമാധാനിപ്പിക്കും, വിഷമിക്കലെന്ന് പറഞ്ഞോളെ. തന്റെ ഇടത്തോടെയൊക്കെ നമ്മൾ നിൽക്കണം. നമുക്ക് അടുത്ത വനിതാ പ്രതിനിധിയായിട്ടൊക്കെ നിൽക്കാനുള്ളതാണ് കേട്ടോ. ആണോ? പിന്നെ കേട്ടാ, ധൈര്യം നേതാവ് ഉള്ളിടത്തുള്ള കാര്യം നമുക്ക് ഒന്നും പേടിക്കും. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഇത്. വിളിച്ചില്ലേ? ഓ, ഞാൻ ആ ക്ലീറ്റ് വിളിച്ചോണ്ടിരിക്കടി. ഒന്നുകൂടെ വിളിക്കേ. വിളിച്ചോണ്ടിരിക്കുകയല്ലേ പെണ്ണെ, കണ്ടില്ല നിനക്ക്? കിട്ടുന്നില്ല. നീ ഒരു ചായ എന്തോടി ഇത്? എന്ത്? നിന്നോട് ഞാൻ ചായ ഇടാനല്ലേ പറഞ്ഞത്? ഞാൻ നീ ചാടി കളിക്കണ നീ അതിനെന്താ? ഇങ്ങനെ ചാടാമോ ഇപ്പോ? എന്താ എന്താ ഇങ്ങനെ ചാടാമോ ഇപ്പോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് അറിയാം. ഡോക്ടർ എന്താണ് ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് ചാടുക. അപ്പൊ ഏട്ടൻ ഇതുണ്ടെന്നങ്ങ് സ്ഥിരീകരിച്ച സൂക്ഷിക്കണേ. ഒന്ന് പോയിക്കെവിടെ നാണല്ലേ അത്? പ്രാർത്ഥിച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ. എന്താ കാണാത്തത്? ചിലപ്പോ നമ്മൾ അകത്തായിരുന്ന സമയത്ത് അപ്പുറത്തോട്ട് പോയി കാണും. നീടെ ഇവിടെ തിരി കുറച്ച് ഇവിടെ അടങ്ങിയിരിക്കും. ഞാൻ വരും. അറിയണതിന് മുമ്പ് എന്ത് ഇങ്ങനെ നീ ഇവിടെ ഇരിക്കേ. നിനക്ക് എന്തെങ്കിലും ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. അന്ന് അവിടെ പോയിട്ട് വന്നിട്ടേ ഒരു ചായ ചായ തരാം. നിനക്ക് എന്ത് ചായ വേണമെന്ന് പറഞ്ഞാൽ മതി. സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി തരാം. പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വരാന്നേ. നീ സമാനായിട്ടിരിക്കേ. ഇവിടെ എടുത്തായിട്ട് ഓടിക്കാൻ ചെയ്യരുത്. ഇല്ല, ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ ഇവിടെ വരുന്നവരെ പിണ്ട അടങ്ങിയിരുന്നോളാം. ക്ലീറ്റോ, തങ്കം. ആടാ ഇവിടെ ഇവിടെ വന്നില്ലടി. എവിടെന്ന്? ഞാൻ പറഞ്ഞതാണേ, ആ റിസൾട്ട് മേടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ നിനക്ക്? മതിയായിരുന്നു. ഞാൻ പിന്നെ ഓഫീസിൽ നിന്ന് കയറണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓഫീസിൽ പോയില്ലല്ലോ. അല്ല, അപ്പൊ തലവേനായിട്ട് തിരിച്ചു വന്നോണ്ട് അവളൊരു ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുക. അവള് എന്താണ് അറിയാൻ ഒന്ന് വേണ്ടി വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചിട്ട് എടുക്കണ്ടേ? അവൻ ഇതാണ് ക്ലീറ്റോ പോയ വഴിയെ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ ഫോൺ എവിടെ? വെച്ചെടുത്ത് നോക്ക്. എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. പോയാ കൊടുത്തി തപ്പണമെന്നാണ്. ഇല്ല, എന്തോ അല്ലല്ലോ, ഫോണല്ലേ. ക്ലീറ്റോ എവിടെയാ? അതെ, ഹോസ്പിറ്റലിലെ കാര്യം എന്തായി?
അമ്മ എടുക്കണില്ലേ? നീ ചെന്ന് പറ അവളോട് പറ. സത്യം. അയ്യോ. എടി, അത് ചെല്ലു ചെല്ലു, അവളോട് ഒന്ന് പറഞ്ഞിട്ട് വാ. ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ചു പറയട്ടെ. ഞാൻ ചെല്ലുമോനെ, ചെല്ലടാ. അമ്മേ, എന്താ ചേട്ടാ? ചേട്ടാ വന്നാ? എന്താ എന്താന്ന് പറ. ക്ലീറ്റ അവളെ വിളിച്ചു, എന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ? അല്ല, സത്യാണോ? സത്യം. ഉറപ്പായിട്ട്? ഉറപ്പ്. അയ്യോ. സത്യാണോ ഏട്ടാ? എന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ പറയുന്നത്? സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഇനി സൂക്ഷിച്ച് കാണുന്നത്. സത്യാണോ നാത്തൂനെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാത്തൂനെ. എടീ, നീ അമ്മ വിളിച്ചിട്ട് കിട്ടിയ? അമ്മ എന്താ പറഞ്ഞു? ഞാനേ അമ്മാനെ വിളിച്ചേ നീ? ആ അമ്മവാ. എന്തായാലും കനക, ഈ വാർത്ത കേട്ടപ്പോഴുള്ള സന്തോഷം, എത്ര വർഷത്തെ നിന്റെ പ്രാർത്ഥന, എന്തായാലും ഇപ്പോഴെങ്കിലും ദൈവം കേട്ടല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അതായിരിക്കും അല്ലേ? അതാണ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. പിന്നെ എവിടെ നിന്റെ നായിക എവിടെ? അവിടെ ഭയങ്കര ത്രില്ലാണ്. പിന്നെ തങ്കം രാഗിനോട് പറയണട്ടോ വിശേഷം. പിന്നെ പറയാതെ ഇങ്ങനെയുള്ള കാര്യം പറ. പിന്നെ എന്തോന്ന് കാര്യം പറയാ? ഇപ്പൊ കോൾ അടിച്ചല്ല? ആ ഒരു കുഞ്ഞുമാ വരാൻ പോണല്ലോ. ആരാണെങ്കിലും നിനക്ക് കളിക്കാൻ ആളെ കിട്ടിയാ പോരെ. അല്ല, അവൾ നേരത്തെ ആരെങ്കിലും ചൊല്ലുന്ന എനിക്ക് ഒരു അനിയനും കൂടെ അല്ലെങ്കിൽ ഒരു അനിയത്തൂടെ വേണം, ഒരു മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പെട്ടെന്ന് സമയം എടുക്കും, കാത്തിരിക്കുന്ന ആള് ഒരു പിടിക്കുക വരും. അതാണ്, കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു 9 മാസം കൂടെ, അപ്പോഴേ ഒരു കൊച്ചു കുഞ്ഞുമാ വരും. പിന്നെ എല്ലാരും വിളിച്ച് പറഞ്ഞ നിന്റെ അമ്മാവന്റെ അടുത്ത്? പിന്നെ അമ്മാവൻ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, അമ്മ പുറപ്പെട്ട് കഴിഞ്ഞു, എല്ലാരും പുറപ്പെട്ട് വന്നോണ്ടിരിക്കുക ഓരോരുത്തരായിട്ട്. അതാ ക്ലാസ്സിൽ. താങ്ക് യുടാ. അയ്യോ ഭാഗ്യ ദൈവമേ, കാത്ത്. നീ വാ, വൈകുന്നേരം ഇരിക്കാം നമുക്ക്. എല്ലാരും നമ്മളിക്കൂടെ എല്ലാരും ഉണ്ട്. നീ വാ. മധുരം മേടിച്ചായിരുന്നോ? എടാ നീ എനിക്ക് കഴിയുന്നില്ല. നിനക്ക് തരാടേ. അത് എപ്പോഴും അമ്മയല്ലേടെ. കൂടുതൽ കഴിച്ചോ, ഒരാളല്ലല്ലോ. പിന്നെ ഡേ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? നിന്റെ സന്തോഷമൊന്നും നമുക്ക് വന്നോട്ടെ വരട്ടെ പറയുമ്പല്ലേ, അത് ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ പോയി ഈറ്റ പുറത്തോട്ട് പോയത് പിന്നെ തിരിച്ചു വരുവോ? അല്ല, ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ചെറിയ സംശയം പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവിടെ നിന്ന് പറയുമ്പോഴാണ് ഒരു സന്തോഷം ഉണ്ടാവുന്നത്. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഇവർക്ക് നടുവേനെ കൈവേനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൊടുത്തു. നമ്മൾ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിങ്ങനെ നടക്കുമെന്ന് പറഞ്ഞോടാ. എന്നാലും കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അളെ അവിടെ നിൽക്കുന്നത് സമരം ചെയ്തോണ്ടിരിക്കുക. അവിടെ ഏതോ തരത്തിൽ ബെറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തന അവന്റെ പാർട്ടിയിൽ ആരോ എന്തോ ബെറ്റാണ്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം. എന്നെ കണ്ട ഓടി വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ഇല്ലേ അളെ വയ്ക്കോ. അപ്പം എനിക്കത് ഓഫീസിലും കയറണമായിരുന്നേ. അപ്പോൾ ഓഫീസിൽ കയറി ഒന്ന് സൈൻ ചെയ്തിട്ട് അവിടെ എളുപ്പത്തിൽ കാണാൻ നമ്മൾ വന്നു. മീൻസ് അവളെൻ്റെ കൂടെ ഉള്ളതല്ലേ, നമുക്ക് തലവേന എടുത്തുകൊണ്ട് പിന്നെ അവിടെ കൊണ്ട് ഞാൻ വന്നു. സാറിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വയ്യാത്തതാണെന്ന് പറഞ്ഞപ്പോൾ സാർ കുഴപ്പമില്ല പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വരുന്നു. ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം എവിടെ വിളിച്ചപ്പോഴാണ് ഒരു കാര്യം പറയാം, സന്തോഷമൊക്കെ ശരി. ഞാൻ അവിടെ ഇവിടെ ഒക്കെ കുറെ നേർച്ച നേർന്നിട്ടുണ്ട്, ശയന പ്രദക്ഷിണായിട്ടും ഒക്കെ. മുട്ട അടിക്കണ്ടല്ലോ. കളിയാക്കിയല്ലേ, അത് ശരിയാണ് കേട്ടോ.
നമ്മൾ എന്തൊക്കെ ഞാൻ എന്ത് വേണോ ചെയ്യണം. പ്രദർശനോ അത് ഉടനെ മുട്ടയടിക്കണോ ഇനി എന്ത് വേണോ ചെയ്തോളാം. അത് നമ്മള് കാത്തിരുന്ന് നമുക്ക് ഒരാളെ കിട്ടിയല്ലോ. ഉടനെ തന്നെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ. വെച്ച് താമസിക്കാൻ പാടില്ല. നാളെ മുതൽ അതിനുള്ള പരിപാടിയാണ്. വ്രതം എടുത്ത് പോരെ. നാളെ മുതലൊന്നും ചെയ്യണ്ട, കുറച്ച് നേരത്തെ ഉള്ളൂ. അല്ല നീ അമ്മ വരുമ്പോ അറിയാം, അമ്മയുടെ ലിസ്റ്റിംഗ് എടുത്തിട്ട് തരും. ശൗര്യയിലെ പോ, അവിടെ പോ, ഇവിടെ പോ. എനിക്ക് തോന്നുന്നു മിക്കവാറും 9 മാസം വരെ നീ ക്ഷേത്രം കയറി ഇറങ്ങേണ്ടി വരും. പ്രസവത്തിന്റെ സമയത്ത് ഞാൻ വല്ല അമ്പലത്തിൽ നിൽക്കുക. പ്രസവിക്കുന്ന എവിടെക്കാൾ കഷ്ടപ്പാട് എനിക്കായിരിക്കും മിക്കവാറും. എന്തും ഇവിടെ വല്ല കല്യാണം നടക്കുന്നുണ്ട്, ഇതിന് വന്ന് ഇങ്ങോട്ട് വരുത്താനായിട്ട്. അമ്മ അളിയാ, അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായി കഴിഞ്ഞു. ബർത്ത്ഡേ കൈ കൂടെ നീ. എന്ത് വിശേഷം? താങ്ക് യു. എന്ത് വിശേഷം? അപ്പൊ അവൻ കൊച്ചിന് അച്ഛനാവാൻ പോണെന്ന് നീ അറിഞ്ഞില്ലേ? അവനല്ലേ വിളിച്ചു പറഞ്ഞത്. അറിയോ പൊട്ട അവങ്ങനെ തന്നെ എപ്പോഴും. നിങ്ങൾ എന്തോടെ പറയണേ? വൈകിട്ട് പരിപാടി ഉണ്ടല്ലോ. ഇറച്ചി എല്ലാം ഉണ്ട്. അടിപൊളി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മാവി പോരും, പാസൽ പോരും, എല്ലാരും വരും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്ത് വിളിച്ച് പറഞ്ഞെന്നാണ് നിങ്ങൾ പറയണേ? എന്തോ ക്ലീറ്റോ ഒന്നും അറിയാത്ത പോലെ പൊട്ടന്മാരെ പോലെ കാണിക്കണേ. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് തന്നെ ആവശ്യമില്ലാത്ത ക്ലീറ്റോ അല്ലേ രാവിലെ വിളിച്ചു പറഞ്ഞത്? എന്താ പറഞ്ഞു? ഹോസ്പിറ്റലിലെ കാര്യം ഉണ്ടായി ചോദിച്ചപ്പോ തന്നെ ക്ലീറ്റോ എന്താ പറഞ്ഞത്? എല്ലാം ഓക്കെ ആയിന്ന് പറഞ്ഞോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം ഓക്കെ എന്ന് വെച്ചാൽ അത് ഓക്കെ എന്ന് തന്നെ പറഞ്ഞത്. അത് തന്നെ അളിയാ പറഞ്ഞത്. അത് ഓക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ പാർട്ടി ഉണ്ട് വൈകുന്നേരം. ഇന്ന് ഞങ്ങളുടെ വകയാണ് പാർട്ടി. ഇറച്ചി അമ്മായി പോരും, അമ്മയി പോരും, നിങ്ങളൊക്കെ എന്തോ കേട്ടിട്ടാണ് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് നിനക്കറിയാമോ? അറിയാം. എന്ത്? അവള് ബ്ലഡിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായില്ലേ അവിടെ? ഞാൻ ആശുപത്രി പോയ എന്തിനാണ്? സുവർണകുമാറിന് ബെഡ് മേടിച്ചു കൊടുക്കാൻ. അതിന് ഞങ്ങൾ സമരം ചെയ്ത് അത് വിജയിച്ചു, ഡോക്ടർ ബെഡ് തന്നു, അത് ഓക്കെ ആയെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അതിന് കൊച്ചിന്റെ അച്ഛനായിരുന്നു ഞാൻ പറഞ്ഞോ. റിസൾട്ട് അതുപോലെ നെഗറ്റീവാ. ഞാനത് ഇവള് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനും നീ എന്തോന്ന് പരിപാടി കാണിക്കണത്? എന്തെങ്കിലും ഒരു കാര്യം നേരെ ചെയ്തിട്ടുണ്ടോ? അതെ അമ്പിക്കൂടെ, ഞാനും പോയത് സമരം ചെയ്യാനല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ കാര്യമല്ലേ ഉള്ളത്. ഈ കാര്യം ഞാൻ ഓർമ്മിച്ചില്ലല്ലോ. എന്തുവാ ക്ലീറ്റോ? Versus Alien.